ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, കഴിഞ്ഞ 9 മാസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. എത്ര അത്ഭുതകരമായാണ് കർത്താവ് നമ്മെ വഴി നടത്തിയത്, നമ്മെ സൂക്ഷിച്ചത്. അതെ, വിശ്വസ്തനായ ദൈവമായി കർത്താവ് നമ്മോട് കൂടെ ഇരുന്നല്ലേ. സ്തോത്രം. ഒരു പുതിയ മാസം കൂടെ കാണുവാൻ, ഈ ഒക്ടോബർ മാസം 1-ാം ദിനം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നിശ്ചയമായി ഈ 1-ാം മാസം പ്രവേശിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ഇനിയും അത്ഭുതങ്ങളെ കാണും, ഇനിയും ദൈവപ്രവർത്തികളെ കാണും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇനിയും ചിലത് കൈവശമാക്കുവാൻ, ഇനിയും ചില ജയങ്ങളെ നേടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. സ്തോത്രം. ആയതിനാൽ ദൈവമേ, അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ, അങ്ങേക്ക് എന്നോട് പ്രീതി ഉണ്ടാകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. അതേ, മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ മനുഷ്യർ നമ്മെ സ്തോത്രം നമ്മിൽ പ്രീതിപ്പെടും. ഹല്ലേലൂയ. നമ്മെ സ്തോത്രം ഹല്ലേലൂയ എടുത്തു പറയും. ഹല്ലേലൂയ നമ്മെക്കുറിച്ച് പറയും. ഹല്ലേലൂയ നമ്മെക്കുറിച്ച് സ്തോത്രം ഒന്ന് ഉയർത്തും. ഇതൊക്കെ നാം ആഗ്രഹിക്കുന്നതല്ലേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, നമുക്ക് ജീവൻ നൽകിയ കർത്താവ്, നമ്മുടെ ആ പിതാവായ ദൈവത്തിന് നമ്മോട് പ്രീതി ഉണ്ടാകണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവിന് നമ്മോട് പ്രീതി ഉണ്ടായാൽ നിശ്ചയമായി ചിലത് നാം ഇനിയും കൈവശമാക്കും, ചില ജയങ്ങളെ നാം ഇനിയും നേടും. ഈ 10-ാം മാസം ജയത്തിൻ്റെ ദിവസങ്ങളായി, ചില അനുഗ്രഹങ്ങളെ കൈവശമാക്കുന്ന ദിവസങ്ങളായി മാറുക തന്നെ ചെയ്യും. വിശ്വസിക്കാം. അതെ, ഈ മാസത്തിൻ്റെ വാഗ്ദത്ത വചനമായി സങ്കീർത്തനങ്ങൾ 44-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 3-ാം വചനം നമുക്ക് വായിക്കാം. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അതെ, കോരഹ പുത്രന്മാരുടെ ഒരു ധ്യാനമെന്നാണ് ഈ സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. അതെ, കോരഹ പുത്രന്മാർ ഇസ്രായേൽ മക്കളെ ദൈവം എങ്ങനെയാണ് വഴി നടത്തിയതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ വിവരിച്ചു പറയുമ്പോൾ 3-ാം വചനത്തിൽ പറയുന്നു, തങ്ങളുടെ വാളുകൊണ്ടല്ല ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. അതേ, വാളുകൊണ്ടും സ്വന്തം ഭുജം കൊണ്ടും ചിലത് കൈവശമാക്കിയാലോ ചില ജയങ്ങൾ നേടിയാലും ഹല്ലേലൂയ അതൊരിക്കലും നിലനിൽക്കുന്നതായിരിക്കത്തില്ല. എന്തായാലും അതിൻ്റെ അവസാനം വേദന നിറഞ്ഞതായിരിക്കും. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വലങ്കയും ദൈവത്തിൻ്റെ ഭുജവും ദൈവത്തിൻ്റെ മുഖപ്രകാശവും കൊണ്ടാണ് അവർ ദേശങ്ങളെ കൈവശമാക്കിയത്, അവർ ജയം നേടിയത്. അതുകൊണ്ട് ആർക്കും ആ ജനത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നും അവരെ ആർക്കും തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആത്മീയ ഇസ്രായേല്യരായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായ നാം ഓരോരുത്തരും എത്രമാത്രം അധികമായി ദേശങ്ങളെ പിടിച്ചടക്കും. അതെ, ദൈവത്തിനു വേണ്ടി ദേശങ്ങളെ പിടിച്ചടക്കും, ദേശങ്ങളെ കൈവശമാക്കും. അതെ, വായിച്ചിട്ടില്ലേ, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും നൽകും. ഹല്ലേലൂയ. അനേക ആത്മാക്കളെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. എന്നാൽ നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ പരിജ്ഞാനം കൊണ്ടോ, നമ്മുടെ വിവേകം കൊണ്ടോ, നമ്മുടെ സ്വന്തം ഭുജം കൊണ്ടോ, സ്വന്തം കഴിവ് കൊണ്ടോ അത് സാധിക്കത്തില്ല. സ്തോത്രം. ചിലപ്പോൾ സാധ്യമായെന്ന് തോന്നാം, എന്നാൽ അത് ജഡീകമായ കാര്യങ്ങളായിരിക്കാം. എന്നാൽ ആത്മാവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വലങ്കൈ നമുക്ക് വേണ്ടി ചലിക്കും, ദൈവത്തിൻ്റെ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെടും. ദൈവം തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് ചിലത് കൈവശമാക്കുവാൻ, ചില ജയങ്ങളെ നേടുവാൻ കർത്താവ് സഹായിക്കും. ഈ 9 മാസം പരിശ്രമിച്ചിട്ടും നേടാത്ത ചില ജയം നമുക്ക് ഈ 10-ാം മാസം നേടുവാൻ ദൈവമിടയാക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ 9 മാസം ശ്രമിച്ചിട്ടും കൈവശമാക്കുവാൻ കഴിയാത്ത ചില അനുഗ്രഹങ്ങൾ, ചില ആത്മീക, ശാരീരിക, ഭൗതിക അനുഗ്രഹങ്ങൾ ഈ മാസം നാം കൈവശമാക്കും.
സൗഖ്യമാക്കും. എന്നാൽ നമ്മുടെ വാളിലോ നമ്മുടെ ആമേൻ സ്തോത്രം സ്തോത്രം ആമേൻ യാതൊരു മേഖലകളിൽ നാം ആശ്രയിക്കരുത്. അതിൻ്റെ 7-ാം വചനത്തിലൊക്കെ വായിക്കുന്നു, 6-ാം വചനത്തിൽ, ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാളെന്നെ രക്ഷിക്കുകയുമില്ല. നമ്മുടേതായ യാതൊന്നിലും ആശ്രയിക്കരുത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. വീണ്ടും വായിക്കുന്നു, നിൻ്റെ വലങ്കി നിൻ്റെ ഭുജവും നിൻ്റെ മുഖപ്രകാശം കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. അതെ, ദൈവത്തിന് നമ്മോട് പ്രീതിയുണ്ടോ? ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. എത്ര പേർ അത് അനുഭവിച്ചിട്ടുണ്ട്? ദൈവത്തിന് എന്നോട് പ്രീതി ഉണ്ടായിരുന്നു, ദൈവത്തിന് ഞങ്ങളോട് പ്രീതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. ആമേൻ, ദൈവം മാത്രമാണ് ഞങ്ങളെ വഴി നടത്തിയത്. ഞങ്ങൾ ദൈവത്തിൽ മാത്രമായിരുന്നു ആശ്രയിച്ചത്. ഞങ്ങളുടെ ദൈവത്താലാണ് ഞങ്ങൾ ഇത്രയും അനുഗ്രഹങ്ങൾ കൈവശമാക്കിയത്, ഇത്രയും ജയത്തോടെ ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. എന്നാൽ ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഒന്നുകൂടെ നമ്മെ തന്നെ ശോധന ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുമെങ്കിൽ ഇനിയും ആ കർത്താവ് നമ്മിൽ പ്രസാദിക്കും. ആ ദൈവത്തിന് നമ്മോട് പ്രീതി തോന്നും. ഹല്ലേലൂയ. ദൈവത്തിന് പ്രീതി തോന്നിയാലോ, ആമേൻ സ്തോത്രം, നിശ്ചയമായി കർത്താവിൻ്റെ വലം കൈ നമുക്ക് വേണ്ടി ഇറങ്ങും, കർത്താവിൻ്റെ വലം കൈ നമുക്ക് വേണ്ടി ഉയരും, കർത്താവിൻ്റെ വലം കൈ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിൻ്റെ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര മാംസഭുജങ്ങൾ, എത്ര ഹല്ലേലൂയ മാനുഷിക ഭുജങ്ങൾ നമുക്കെതിരായി നിന്നാലും ഭയപ്പെടരുതേ, ക്ഷീണിച്ചു പോകരുതേ. നാം ദൈവത്തിന് പ്രസാദമുള്ളവരാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് പ്രീതി പ്രാപിച്ചവരാണെങ്കിൽ, ദൈവത്തിൻ്റെ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, നാം അറിയാതെ നമുക്ക് വിരോധമായി നിൽക്കുന്ന ദുഷ്ടശക്തികൾ തകർന്നു പോകുന്നത് കാണുവാൻ ഇടയായി തീരും. മാത്രമല്ല, ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാൽ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. 9 മാസം എവിടെങ്കിലും ലജ്ജിക്കപ്പെട്ടുവോ? ഭാരപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് പ്രസാദമാകും വണ്ണം ജീവിക്കുക. നിശ്ചയമായി കർത്താവ് തൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കും. നാം ഇനി ലജ്ജിച്ചു പോകുവാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ. അവൻ ഈ വചനപ്രകാരം കർത്താവ് മാസം മുഴുവനും നമ്മെ ജയത്തോടെ നടത്തുമാറാകട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി സ്തോത്രം. അതെന്നാദായ മാസത്തിന് വാഗ്ദത്ത വചനമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങേക്ക് ഞങ്ങളോട് പ്രീതിയുള്ളതിനായി സ്തോത്രം. വീണ്ടും താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾ പ്രസാദിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഓരോ നാളും മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണം. അങ്ങയുടെ വലം കൈ കൊണ്ട്, അങ്ങയുടെ ഭുജം കൊണ്ട്, അങ്ങയുടെ മുഖപ്രകാശം കൊണ്ട് ഇനിയും ചിലത് നേടിയെടുക്കുവാൻ, കർത്താവ് ഇനിയും ചിലത് കൈവശമാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തങ്ങളുടെ നിവർത്തികൊണ്ട് സന്തോഷിപ്പാൻ കൃപ നൽകുന്നതിനായി സ്തോത്രം. മാസം അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി ഓരോ ദിവസങ്ങളെ മാറ്റുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.